നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാറുണ്ടോ? കുറച്ച് ദൂരം നടക്കുമ്പോൾ ക്ഷീണം തോന്നാറുണ്ടോ? ഉറക്കത്തിൽ ശ്വാസതടസ്സം കാരണം എഴുന്നേക്കാറുണ്ടോ? വെൽക്കം ടു 5 minutes breath ചലഞ്ച്. നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെയാണ്. നമ്മൾ ലങ്സ് ഇന്ന് ഉപയോഗിക്കുന്നത് 400 ml മുതൽ 500 ml വരെ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇന്നത്തെ ബ്രീത്തിങ് പ്രാക്ടീസ് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാനുള്ളതാണ്. 2 ടൈപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ഒന്ന് ഹാൻഡ്സ് ഇൻ ഔട്ട് ബ്രീത്തിങ് പ്രാക്ടീസ്, 2 ഹാൻഡ്സ് സ്ട്രെച്ചിങ് ബ്രീത്തിങ് പ്രാക്ടീസ്. നമുക്ക് കസേരയിലിരുന്ന് ചെയ്യാം. കസേരയിലിരിക്കുക, നടു നിവർന്നിരിക്കുക, ഒരു ദീർഘശ്വാസം എടുത്ത് വിടുക. ആദ്യം കണ്ണ് തുറന്ന് ചെയ്യാം. കൈ നേരെ വെർട്ടിക്കൽ പൊസിഷനിൽ ഷോൾഡർ ലെവലിൽ കൊണ്ടുവരിക, 90 ഡിഗ്രിയിൽ കൊണ്ടുവരിക. അതിനുശേഷം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈ നേരെ പുറകിലേക്ക് വരിക. അത് കഴിഞ്ഞ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കൈ നേരെ മുമ്പിലേക്ക് വരിക, പതുക്കെ. അപ്പം ഇത് വളരെ പതുക്കെ ചെയ്യണം, നമ്മുടെ ലങ്സ് നിറയണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ കൈ നേരെ കൊണ്ടുവരിക, വെർട്ടിക്കൽ പൊസിഷനിൽ കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, slowly breathe out, slowly breathe out, breathe out, breathe out, breathe out, breathe out, breathe out. 2 പ്രാവശ്യം ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സ്ലോലി സ്ലോലി. ഒരു പ്രാവശ്യം ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതുക്കെ ഷോൾഡറുകൾ താഴ്ത്തി റിലാക്സ് ചെയ്യുക. മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യണം, മാക്സിമം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. അടുത്തത് നമുക്ക് ചെയ്യാം ഹാൻഡ് സ്ട്രെച്ചിങ് ബ്രീത്തിങ് പ്രാക്ടീസ് ആണ്. കൈ ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ ഹാൻഡ് സ്ട്രെച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്യണം. ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ തിരിച്ച്. ഇത് നമ്മൾ 3 സ്റ്റെപ്പ് ചെയ്യും. ഒന്ന് 90 ഡിഗ്രി, രണ്ടാമത് 135 ഡിഗ്രി, മൂന്നാമത് 180 ഡിഗ്രി. 3 ഇതിൽ നമ്മൾ 3 പ്രാവശ്യം വെച്ച് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹൃദയത്തിൽ കൈ കൊണ്ടുവയ്ക്കുക, മുഖത്തിൽ പുഞ്ചിരി കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, സ്ലോലി ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. മാക്സിമം ശ്വാസം പുറത്തേക്ക് പോട്ടെ. ഇനി 135 ഡിഗ്രിയിൽ ചെയ്യാം. ഇത് എല്ലാ ദിവസവും 5 പ്രാവശ്യം വെച്ച് ചെയ്യണം. ഇനി നമുക്ക് 135 ചെയ്യാം. ബ്രീത്ത് ഇൻ, slowly breathe out, slowly breathe out, breathe out, breathe out, breathe out, breathe out. ഇനി 180 ഡിഗ്രി. ബ്രീത്ത് ഇൻ, മുകളിലേക്ക് കൊണ്ടുപോവുക, ഹാൻഡ് സ്ട്രെച്ച്. സ്ലോലി ബ്രീത്ത് ഔട്ട്, 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 ബ്രീത്ത് ഔട്ട്. അതിനുശേഷം ഷോൾഡറുകൾ റിലാക്സ് ചെയ്ത് വെക്കുക. ശ്വാസം ശ്രദ്ധിക്കുക, ശ്വാസത്തിൻ്റെ ഡെപ്ത് ശ്രദ്ധിക്കുക, ശ്വാസത്തിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുക. ശരീരത്തിൽ ഓരോ ഭാഗം ശ്രദ്ധിക്കുക. ഷോൾഡർ, നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം, തല മുഴുവനും ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പതുക്കെ പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞ 2 ബ്രീത്തിങ് പ്രാക്ടീസുകൾ, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻ ഔട്ട് ബ്രീത്തിങ് പ്രാക്ടീസ്, പിന്നെ ഹാൻഡ് സ്ട്രെച്ചിങ് 3, അതായത് 4 കാര്യങ്ങൾ നമ്മൾ 5 പ്രാവശ്യം വെച്ച് ഒരു ദിവസം ചെയ്താൽ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, പണ്ട് കാലത്ത് മിനറൽ വാട്ടർ മേടിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതകരമായിരുന്നു. അപ്പോൾ
അപ്പോൾ ഇന്ന് നമുക്ക് ഓക്സിജൻ വളരെ സുലഭമാണ്. ഇനി വരും കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഓക്സിജൻ കിട്ടാത്ത വരിക എന്നുള്ളത്. ഇന്ന് പല സ്ഥലങ്ങളിലും ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടു നടക്കുന്ന കാലഘട്ടമായി. നമ്മൾക്കും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ ആകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഇന്ന് മുതൽ നമ്മൾ സിമ്പിൾ ബ്രീത്തിങ് പ്രാക്ടീസാണ്, നമുക്ക് കസേരയിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്. എല്ലാവരും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു. ബ്രീത്ത് വെൽ, ലിവ് വെൽ.